ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതി തള്ളി തന്ത്രി കുടുംബം. കഴകം നിയമനം ദേവസ്വം ചട്ടങ്ങൾ മറികടന്നാണെന്ന് തന്ത്രി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ജാതി വ്യവസ്ഥയിലെ വിവേചനമല്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലുള്ളതെന്നും ദേവസ്വം ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധി നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി നൽകും. സൂരജ്, ശരിക്കും കേരളത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടുപോകാൻ നമുക്ക് ആരെയും അനുവദിക്കാൻ കഴിയില്ല. എന്താണ് ഈ നമ്പൂതിരി കുടുംബം ഇപ്പോൾ പറയുന്നത്? ഈ ജാതി വിവേചനം സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ദേവസ്വം മന്ത്രി അടക്കം ഇന്നലെ കർശന നടപടികളിലേക്ക് കടക്കും എന്ന് പറയുകയും ചെയ്തു. നിലവിൽ ഈ തന്ത്രി കുടുംബത്തിന്റെ തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വഴങ്ങേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനങ്ങൾക്കിടെയാണ് ഒരു വിശദീകരണവുമായി തന്ത്രി കുടുംബം രംഗത്തെത്തിയത്. ഈ വിവാദം തുടങ്ങിയതിനു ശേഷം ഇതുവരെയും ഔദ്യോഗിക പ്രതികരണത്തിന് ഇവർ തയ്യാറായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ദേവസ്വം ബോർഡ് ഈ ചട്ടങ്ങൾ അട്ടിമറിക്കുകയായിരുന്നു. അട്ടിമറിച്ച് നടത്തിയ നിയമനമാണ് ഈ വിവാദങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത്, അതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന അതിനകത്ത് ഒരു സ്വാഭാവിക ജാതീയത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. മറിച്ച് ഈ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന്, ചട്ടങ്ങൾ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് തങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരായ്മ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് നിയമനം. അതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഉയർന്നു വരുന്ന പ്രചാരണങ്ങൾ അത് ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചാരണങ്ങളിൽ നിന്ന് പിന്മാറണം എന്നൊരു ആവശ്യമാണ് നിലവിൽ ഈ തന്ത്രി കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ മറുതലക്കലിൽ ഈ ജാതീയതയ്ക്കെതിരെ വലിയ വിമർശനവും പ്രതിഷേധവും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്ന സ്കെയിൽ. താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വാർത്ത നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്.